നമസ്കാരം. ആമി ആൻഡ് മീ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബ്ലൗസിന്റെ സ്ലീവിൽ എങ്ങനെയാണ് മിറർ വർക്ക് ചെയ്യുന്നത് എന്നാണ് കാണിക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. മിറർ വേണം. മിററിന്റെ സൈസിനനുസരിച്ചുള്ള ഫ്രെയിം എടുക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ ഇതൊട്ടിക്കാനുള്ള ഫാബ്രിക് ഗ്ലൂ ഇത്രയാണ് വേണ്ടത്. ഞാനിവിടെ വെൽവെറ്റിന്റെ ബ്ലൗസ് ആണ് എടുത്തത്. കട്ടി കുറഞ്ഞ തുണിയാണെങ്കിൽ അടിയിൽ എന്തെങ്കിലും വെക്കുന്നത് നന്നായിരിക്കും, ഇല്ലെങ്കിൽ അത് പരസ്പരം ഒട്ടാൻ സാധ്യതയുണ്ട്. സ്ലീവ് മുഴുവനായിട്ട് ചെയ്തിട്ടുണ്ട്. ഏത് രീതിയിൽ ഡിസൈൻ ചെയ്യണം എന്നുള്ളതൊക്കെ ഓരോരുത്തർ ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ്. ഫ്രെയിം ജോയിന്റ് ആയിട്ടാണെങ്കിൽ വിഷമിക്കേണ്ട, അത് കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഫ്രെയിമിന്റെ ഒരു വശം കുറച്ചൊന്ന് പൊങ്ങിയും മറ്റേ സൈഡ് പരന്നിട്ടുമായിരിക്കും. പരന്ന സൈഡിലാണ് നമ്മൾ ഗ്ലൂ തേച്ച് ഒട്ടിക്കേണ്ടത്. അതൊന്ന് ശ്രദ്ധിക്കണം. ഇപ്പം നമ്മൾ ഒരു വരി ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത വരി ഒട്ടിച്ചു തുടങ്ങുമ്പോൾ നേരത്തെ ഒട്ടിച്ചതിൻ്റെ നടുക്കായിട്ട് ഒട്ടിക്കേണ്ടത്, അതായത് ഇടവിട്ട് ഒട്ടിച്ചു പോവുക. ഇതുപോലെ സ്ലീവിൻ്റെ ഒരു സൈഡ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഗ്ലൂ ഉണങ്ങാൻ വെക്കണം. പിന്നീടാണ് അടുത്ത സൈഡ് ചെയ്യേണ്ടത്. ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാനിവിടെ സ്ലീവിൻ്റെ മുകളിൽ വെയിറ്റുള്ളൊരു ബുക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തിനാന്ന് വെച്ചാൽ നന്നായി ഒട്ടിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു 20 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഗ്ലൂ നന്നായി ഉണങ്ങും. എന്നിട്ട് മാത്രമേ അടുത്ത സൈഡ് ചെയ്യാൻ തുടങ്ങാൻ പാടുള്ളൂ. അടുത്ത സൈഡ് ചെയ്ത് തുടങ്ങുമ്പോൾ നേരത്തെ ചെയ്തതിൻ്റെ കണ്ടിന്യൂസ് ആയി തന്നെ ചെയ്യണം.
രണ്ട് സ്ലീവും ചെയ്തതിന് ശേഷം വേണമെങ്കിൽ ഫ്രെയിം ഒന്ന് ബാക്ക് വശത്ത് തുന്നിക്കൊടുക്കാം. ഒന്നുകൂടെ ഉറപ്പായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ ബ്ലൗസ് ഒരു പാർട്ടി വെയറായി തന്നെ ഉപയോഗിക്കാം. അധികം വർക്കില്ലാത്ത സാരിക്കോ അല്ലെങ്കിൽ പ്ലെയിൻ സാരിക്കൊപ്പൊക്കെ നന്നായി ചേരും. ഹെവി വർക്ക് ആയതുകൊണ്ട് തന്നെ ഇത് റിച്ച് ലുക്കാണ് തരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, പറ്റുമെങ്കിൽ ഒന്ന് ഷെയറും കൂടെ ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് വരുന്ന ഒരു ചെറിയ ബെൽ ഐക്കണും കൂടെ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാൻ പുതുതായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മൊബൈലിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.